ടീമ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊച്ചിക്കാരുടെ ചിക്കനാണ് വെക്കാൻ പോണത്. ഞാനല്ല വെക്കണത്, എൻ്റെ മോനാണ് വെക്കണത്. ശരിയേ? ടീമെ ശരിയായി പോയി. ഞാൻ ഇൻട്രോ പറയിപ്പിച്ചതാ. അമ്മമ്മയുടെ വീട്ടിലാണ്. അമ്മമ്മയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ല. അപ്പൊ ഞാൻ ഇന്ന് ചിക്കൻ കറിയും കൂടി വെച്ച് ഊണും കൂടി കഴിച്ചിട്ടാ പോണ. അപ്പൊ നമുക്ക് വെച്ചാലോ? അമ്മാമ്മയുടെ സ്റ്റൈലിട്ട് എന്റെ സ്റ്റൈലിൽ വെക്കണം. ഞാൻ അമ്മമ്മ പറഞ്ഞു നിക്ക് കാലുമ്മ വെള്ളമൊക്കല്ല, ഇതുമ്മ ചവിട്ടി നിക്ക്. ചവിട്ടിരിക്കാം. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ കുക്കർ വെച്ചിട്ടുണ്ടോ? നമ്മള് കുക്കറിലാണ് വെക്കാം. എന്റെ മോൻ ഇത്തിരി വിളിച്ചേ. അമ്മമ്മ വയ്ക്കാം. അമ്മമ്മനെ പഠിപ്പിക്കണേ. എന്താ വെച്ചത്? ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് നീ പുതിയ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരുന്നു. എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഇടൂല. ഇപ്പൊ ഇടില്ല. അമ്മമ്മ ഇളക്കിക്കോ ഇളക്കത്. അടിപൊളി. തീയത്തിൽ കുറച്ച് നോക്കാം. അതങ്ങോട്ട് വെന്ത് വരുമ്പോ മെന്തിരണം. മുളക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മോന്റെ വെപ്പ് ഇനി തൈര് കൂട്ടിട്ട് ഒഴിച്ചിട്ട് വെക്കണം. ഇനി നമുക്ക് പച്ചമുളകും കൂടി ഒന്ന് വാടി കഴിക്കാണ്ട് നമുക്ക് ഇത് കണ്ടോ, സവാള ഇങ്ങനെ അറിയാൻ പാടുള്ളൂ. റൗണ്ട് ആയിട്ട് അറിയാം. രണ്ട് വലിയ സവാളയാണ്. അപ്പൊ നമുക്ക് ഇത് ശരിക്കും വാട്ടിയെടുക്കണം. സവാള പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉപ്പ് ഇടണം. ഒത്തിരി ഉപ്പിടട്ടെ. ഉപ്പുപൊടി അതല്ല, അത് പഞ്ചസാരയാണ്. എന്റെ വീടാണെങ്കിൽ അറിയാൻ പറ്റും. അതില് കുഞ്ഞു കയ്യിലുണ്ട്. അത് കുഴപ്പമില്ല. അത് അളവ് ചെറിയ ഉപ്പിടണേ. ഉപ്പിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പിട്ട് വാട്ടിയെടുക്കാം. അടിപൊളി. നോക്കിയേ അയച്ചില്ലട മോനെ, സവാള വാടണ്ടേ? സവാള ഒന്ന് വാടി വരട്ടെ. അപ്പൊ സവാള പയ്യായി വരുന്നുണ്ട്. വേപ്പിലിട്ടാലോ നമുക്ക്? ഇടണമെങ്കിൽ ഇട്ടോ തൊണ്ടിടണ്ട നമുക്ക് കേട്ടാ. ഇതണ്ട അമ്മ നോക്കിക്കോ. അങ്ങനെ വേപ്പിന്റെ ഇല. വേപ്പിന്റെ ഇല എവിടുന്ന് പറിച്ചതാ? വീട്ടിൽ നിന്ന്. മതി. നമുക്ക് വേപ്പില ഇത് മതി. മണം വരണ്ടാ? ഒക്കെ കൂട്ടിട്ടോ. മക്കള് പോയി ഒക്കെ അമ്മ വൃത്തിയാക്കാം. കൊണ്ടോ. അപ്പൊ ഒന്നും കൂടി ഒന്ന് വാടി വന്നോട്ടാ. നിസ്സാര സംഭവം ഉള്ളത്. അടിപൊളി കറിയായിക്കോട്ടെ. അമ്മമ്മനെ കൊണ്ടുപോകണോട്ടോ മറ്റോടത്തേക്ക്. എവിടെ കൊണ്ടുപോകണം? തവേസി കൊണ്ടുപോകട്ടാ. എല്ലാവരും എനിക്ക് തൊഴിൽ അമ്മയൊക്കെ വരുമ്പോട്ടാ. അമ്മനും കൊണ്ടുവരണ. അമ്മ ഒന്ന് വരണ്ട് വരട്ടെ. സവാള സെറ്റായിരുന്നു. നോക്കിയേ ആ ഒരു കളർ തന്നെ. പൊടികൾ ഇടാം നമുക്ക്. ഇനി ഇതെന്തൊക്കെ പൊടിയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല ഇട്ടോട്ടെ. ഇട്ടോ എന്റെ മോൻ. തൈര് കൊണ്ടുവരണ്ട അവള്? തൈര് കൊണ്ടുപോയി മേടിക്കാൻ പോയിട്ടുണ്ട്. ഇത് ഇളക്കിയാണ്ട് കൂട്ടിക്കോ. തൈരും വന്ന് അത് ഇളക്കി കൂട്ടെ. ഞാൻ ഇളക്കാം കേട്ടാ. ഇളക്കി ശരിക്കും അങ്ങോട്ട് ഇതാക്കണത്. അപ്പൊ നമുക്ക് ഇത് തൈര് ഇട്ട് കൊടുക്കാം കേട്ടാ. പുളിയില്ലാത്ത തൈരാണ്ടാ. നോക്കിയേ ഈ ഒരു ഭാഗം വന്നോട്ടാ. ഇളക്കിയേ. തൈര് ഇടാൻ വേണ്ടി പോണേന് നമുക്ക് 1 2 3 അതൊന്ന് ശരിക്കും ഇളക്കി കൂട്ടിക്കോട്ടാ. അമ്മമ്മ ഇളക്കിക്കോ. ഇളക്കണില്ലേ അമ്മമ്മ? അമ്മമ്മ ഇളക്കുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് സെറ്റായി വന്നു. വേണ്ട, തീയാതെ ഇരുന്നോട്ടാ. റേഷനരിന് ചോറ് ഞങ്ങളുടെ മോന്റെ വീട്ടിലെ റേഷനരിന് എന്നാ പറയണ. അതെ ഇത് നോക്കിയതാണ്ട് ഈ ഒരു പാവം മഞ്ഞോട്ടാ. സെറ്റായി മസാല. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അമ്മമ്മ ഇത് പിടിച്ച് ചട്ടകം പിടിച്ച് കണ്ടാ. ചട്ടകം ഉള്ളിലേക്ക് വെക്കണം. മാറ്റിക്കോ. ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കും കുറച്ചായിട്ട്. കണ്ടാ. അമ്മമ്മ ഇളക്കി ചിക്കൻ ഇളക്കി കൂട്ടിയേ. ചിക്കൻ മസാലയിൽ പിടിക്കണം. എവിടേക്കൊക്കെ എത്തുമ്പോ ഇതിൽ കുറക്കാം. പയ്യെ ഇളക്കിയാൽ തിരുത്തി പേടിക്കരുത്. നമുക്ക് കറി വെക്കുമ്പോ. കറി വെക്കൽ എന്ന് പറഞ്ഞ ഒരു കലയാണ്. വിനായകൻ പറയണല്ലേ, കറി വെക്കണ ഒരു കലയാണ്. കളിക്കല്ല കളി. എല്ലാം ഇടണം. നമുക്ക് കുറച്ച് മാറ്റി വെച്ചാലോ. അമ്മ നമുക്ക് നാളത്തേക്ക് കേട്ടാ. നാളെ തൊഴിലുറപ്പിന് പോകുമ്പോ
എന്തിനാ മോനെ ഇത് ഇങ്ങനെ ഇളക്കി കൂടണം ഇതല്ല ഇടയ്ക്ക് കൂട്ടാ അമ്മ അമ്മാമ്മ അവിടെ നിൽക്ക് ഞാൻ ശരിയാക്കി തരാം. ഡിയേ ഈ ചിക്കൻ കൊണ്ടുപോക്കോ നാളെ അവിടെ വെച്ച ചാണകത്ത് വെച്ച ശരിക്ക് മസാല പിടിച്ചിട്ടുണ്ട് ഇതുണ്ടോ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ വേകാൻ വേണ്ടി ചെറിയ ഗ്രേവി ഉള്ള റോസ്റ്റാണ്. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പ് നമുക്ക് ഒന്ന് നോക്കട്ടെ കേട്ടാ. നോക്ക് എൻ്റെ അമ്മ അമ്മമ്മ നോക്കി ഉപ്പ്. അമ്മാമ്മക്ക് ഉപ്പ് കോളാവണ്ട മോനെ. ഇതിലിട് ഇത്തിരി കൂടി ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് തന്നെ. ഉപ്പ് അല്ലേ അതല്ല ഉപ്പ് വേണ്ട. കല്ലുപ്പ് വേണ്ട. ഇത് മതി. നിക്ക് സ്പൂണ് തരാം. അല്ലെങ്കിൽ ഇടുമ്പോ ഉപ്പ് കൂടുതലായി അല്ല മോനെ. ഇത് മതിയില്ലേ? എവിടെ ഇത് മതിയില്ലേ? അത് മതി. ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇടണം. നമ്മൾ സവാള ഇട്ടപ്പോ ഉപ്പിട്ടുണ്ടായി. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് അത് ഉപ്പ് കൂടി പോയി ഒന്നും ചെയ്യാം. കയ്യിൽ ഇതിലിട്ടുണ്ട് കേട്ടാ അമ്മമ്മ. അപ്പൊ നമുക്കിന്ന് മൂടി വെക്കാം. ഇത് അടപ്പിട്ട് വെക്കാം. ഇനി തൈര് വേണ്ട? തൈര് വേണ്ട. തൈര് ഇപ്പൊ വേണ്ട. അപ്പൊ അമ്മാമ്മ ഇങ്ങോട്ട് വാ. അപ്പൊ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ് ഈ കറി. എങ്ങനെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി വിതറണം നമുക്ക്. കുരുമുളക് പൊടി ചതക്കണം. ചതച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ വേണ്ട. നിക്ക് കുരുമുളക് എടുക്കട്ടെ അമ്മ. അപ്പൊ ചതക്കാം നമുക്ക് കുരുമുളക്. വെന്തേട്ടോ മതി കുരുമുളക് പൊടി. പൊടിയല്ല മോനെ. കേട്ടാ വെന്തേട്ട് നമുക്ക് കാണിച്ചു തരാം. അടിപൊളി. കുരുമുളക് എവിടെ നിന്നാണ് ഇവിടെ ഉണ്ടായതാണ്? അമ്മാമ്മയുടെ മക്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണത് അമ്മമ്മ. അമ്മാമ്മക്ക് എവിടെയാണ് മോനെ കുരുമുളക്? വാളംപുളി ഇല്ലല്ലോ. വേണോ? വേണ്ട കൊണ്ടുപോകാൻ വേണോ? ഉണ്ട് കൊണ്ടുപോക്കോ. അടിപൊളി നാടൻ ചിക്കൻ കറി. ഇതൊക്കെ അമ്മമ്മ വീട്ടു പണിക്ക് പോകുമ്പോ ചെയ്യാറുള്ള മോനെ. അടിപൊളി. ഇതുപോലെ വെക്കണോ? ഞാൻ വെച്ച പോലെ വെക്കണം. ഞാൻ വെക്കാം. അമ്മാമ്മക്ക് ഇത് പഠിപ്പുള്ള കൈ മനസ്സാട മോനൂട്ടാ. അടിപൊളിയാ നീന്. ജോഷനോട് പറയട്ടെ. കേറിക്ക ഇല മുറിക്കാൻ പോണ് നമ്മുടെ അവിടേക്ക്. 4 ഇല മുറിച്ചാൽ നടന്നിന് ജോഷ. മോന് കയ്യെത്തും ഇവിടുന്ന്. ഇല മതിന്നാ പറഞ്ഞത് മോനിട്ട്. ഞാൻ അങ്ങോട്ട് കിടക്കണ്ട. എൻ്റെ മോന് കിടക്കണ്ടല്ലോ. ഇല മതിന്നാ പറഞ്ഞത്. 2 ആള് വേണ്ടല്ലോ. എൻ്റെ മക്കൾക്ക് 2 പേർക്കല്ലേ വേണ്ടോ? ഇതും കൊണ്ടുവന്നിട്ട് മോൻ. അരി, ചിക്കൻ, പിന്നെ തൊട്ടാ കുറെ കൂട്ടങ്ങൾ കൊണ്ടുവന്നുണ്ട്. അമ്മയില്ലേ? കേറിക്ക. ഇത്ര വലിയ ഇല വേണോ നീ ജോഷ? ഇത്ര വലിയ ഇല വേണോ മോനൂട്ടാ? ഇല ചെറുതാക്കി. ചെറുതാക്ക. അമ്മമ്മ കഴുകി വെക്കേ. കഴുകാം. ഇത്ര വലിയ ഇല വേണം. കുക്കറിൽ 2 വിസിൽ അടിച്ചു കഴിഞ്ഞു. ഞാനല്ല വെക്കണത്, എൻ്റെ മോനാണ് വെക്കണത്. കൊച്ചിയിലെ ചിക്കൻ കറിയാണ് വെക്കണത്. ആവിയൊക്കെ പോയിട്ടാ. ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കാൻ പോണു. മതിയില്ലേ? നോക്കിയേ അമ്മ നോക്കിയേ. എൻ്റെ മോന്റെ പാകത്തിനെടുത്തോ. കറി എങ്ങനെയുണ്ട്? ചാറിരുന്നോട്ടല്ലേ? ചോറും കൂടി എങ്ങനെ വേണമെങ്കിൽ എടുത്തോ. ചാറിരുന്നോട്ടെ. അപ്പൊ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇടാം. അതില് ചാച്ചിട്ടുണ്ടോ? അമ്മാമ്മ പൊടിച്ചതാണ്ട്. ഇത് കുറച്ചിട്ടാൽ ഭയങ്കര എരിവായി ചിലപ്പോ. ഇതണ്ട ഈ കുരുമുളക് പൊടി ഇത്രയുണ്ട്. അമ്മമ്മ പഠിച്ചാ കറി? അമ്മാമ്മക്ക് അറിയാടോ മോനെ. എന്തേ? അമ്മാമ്മ വീട്ടിൽ പണിക്ക് ഇതെന്താണ്? വേപ്പിന്റെ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാ നമ്മുടെ കറി ഇപ്പൊ വെക്കുന്നില്ല എന്നുള്ള അമ്മമ്മ വീട്ടു പണിക്ക് പോകുമ്പോ വെക്കണതാണ് ഇതൊക്കെ. അപ്പം മെച്ചവന് വീട്ടു പണിക്ക് പോണില്ല. ഇതേ ഇരുട്ടാണ് കാണാൻ പറ്റില്ല. ഇതണ്ട നന്നായിട്ടുണ്ട്. ഇതില്ലേ അത് നോക്ക്. നല്ല ചിക്കൻ കറി. അടിപൊളി. ഇപ്പോഴാണ് എന്റെ വെട്ടം കിട്ടിയത്. കണ്ട
കടയിൽ പോലും കിട്ടൂല ഇങ്ങനത്തെ കറി. ഉഗ്രൻ ചിക്കൻ കറി. ഇപ്പൊ എനിക്ക് ചോറിനാ വാഴയിലേക്ക് റെഡിയാക്കിയാ നമുക്ക് തൈര് ഇത്തിരി ഉണ്ടാക്കിയാലോ? തൈര് റെഡിയാക്കാം. അപ്പൊ തൈര് റെഡിയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേണ്ട. അപ്പൊ ഞാൻ വെച്ച ചിക്കൻ കറിയും കൊണ്ട് നമ്മുടെ അമ്മാമ്മക്കും അമ്മാമ്മയുടെ അനിയത്തിക്കും കൊടുക്കാൻ വേണ്ടി പോണേ. അപ്പൊ എന്തൊക്കെയുള്ളത് നോക്കി ഏതാണ്ടാ? ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ. പിന്നെ ഇവര് വെച്ചതാ എന്താണിത്? ഉരുളക്കിഴങ്ങ് കറി. പിന്നെ നമ്മുടെ തൈര്, പിന്നെ ചോറ്. വിളമ്പാല ജോലിക്ക് കൊടുക്കാം. ഇത് വിളമ്പി കൊടുക്കാൻ ഇഷ്ടം ഉണ്ടാക്കിയതാണ്. ജോലിക്ക് കൊടുക്കാം അമ്മ. ഇതിന്ന് എടുക്ക കുറച്ചും കൂടി ഇടുക. എന്റെ മോൾക്ക് കൊടുക്കണം ചോറ്. അവർക്ക് വേറെ എടുക്കണം. കുറച്ച് കഴിക്കണം. നമ്മുടെ ചിക്കൻ കറിയാണല്ലോ കഴിച്ചു. കൊച്ചുകാരുടെ ചിക്കൻ കറിന് തൈര് ഒഴിച്ചിട്ട്. ഇതൊക്കെ ഞാൻ വീട്ടു പണിക്ക് പോകുമ്പോ വീടുകളിൽ വെച്ചെന്താണ് ടേസ്റ്റ് നോക്കണ്ടേ? പിന്നെ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം? അമ്മാമ്മക്ക് നല്ല കഴുമ്പുള്ള ഒരു കഷ്ണം തന്നെ അമ്മക്ക് പല്ലില്ലേ? അതല്ല അമ്മമ്മ പറയുന്ന അത് മതി. ഗ്രേവി ഇത് മതി അമ്മാമ്മക്ക്. അന്റെ അല മുറിച്ച് കൊണ്ടുവരുന്നുണ്ട് അമ്മമ്മ. അല്ലെങ്കിൽ ചോണ ചിക്കൻ കറി, കൊച്ചുകാരുടെ ചിക്കൻ കറി. ഇത് അമ്മമ്മ ഉണ്ടാക്കിയതാ. തൈര് കഴിച്ചോടെങ്കോ. അന്റെ ഞാൻ അമ്മമ്മ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മക്കളൊന്നും കുഴപ്പമില്ല. അമ്മക്ക് വേണ്ട ഉള്ളം കഴിഞ്ഞ് കറി. അമ്മമ്മ കഴിപ്പിക്കാൻ വേണ്ടിയാണത്. അതെ കഴിക്കുന്ന സന്തോഷം മക്കള് നോക്കി കാണാം കേട്ടാ. ഗ്രേവി അതിന്റെ ടേസ്റ്റ് കഴിച്ചോട്ടാ. ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. കഴിച്ചിട്ട് പറയാൻ പാടുള്ളൂ. കഴിക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? സൂപ്പർ വീടാണ് ട്ടാ. ഇങ്ങനത്തെ വീടൊന്നും ഇപ്പൊ കാണാൻ കിട്ടാനില്ല. വീട് പൊളിച്ചു പണിയരുതട്ടാ. ഇങ്ങനത്തെ വീടുകൾ കുറവാ. പണിയരുത്. നല്ല അടിപൊളി വീടല്ലേ? അപ്പാപ്പ ഇതിനാ പോയത്. അതുപോലെ അമ്മക്കും പോണ്ടേ? കഴിക്ക് മനസ്സറിഞ്ഞ് കഴിക്ക്. വെള്ളം വേണം. വെള്ളം തരാം. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് കല്യാണം വിളിക്കാൻ വേണ്ടി പോണ. എവിടേക്കാ കല്യാണം ക്ഷണിക്കാൻ പോണ? തൃശ്ശൂര് പോണം. തൃശ്ശൂർക്ക് പോണ? ഓക്കെ. എങ്ങനെ ഉണ്ടായി ഇന്നത്തെ ദിവസം? അടിപൊളി. അപ്പൊ അനിയത്തിനോട് ചേട്ട പറയാ. അപ്പൊ എന്താ പറയാനുള്ള? എന്തുട്ടാ പറയാനുള്ളത്? കല്യാണം നല്ല നിയോഗത്തോടുകൂടി നടത്തണം തമ്പുരാ. കല്യാണത്തിന് അനുഗ്രഹിക്കണം രണ്ടാളെ. എല്ലാരും കാണാം. അന്ന് കൊറേ സിനിമ നടന്മാരെ കാണാം, നടിയോളെ കാണാം. മോന്റെ ഫ്ലവേഴ്സിലെ മക്കളൊക്കെ കണ്ടുകൂടാ? ഫ്ലവേഴ്സിലെ ആൾക്കാരെ എല്ലാരും വരും ചേട്ടാ. അപ്പൊ ബൈ. അപ്പൊ എന്ന് പറഞ്ഞ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. I am coming. കല്യാണം ഇത് ഭാഗ്യയുടെ മോനെ. എന്നിട്ടാ മോനൂട്ടോ കൊണ്ടുപൊക്കട മോനൂട്ടോ. ഇതെന്താണിത്? കൊടപ്പുളി അല്ല വാളംപുളി. അടിപൊളി. താങ്ക് യു. ആയിക്കോട്ടെ. എല്ലാവരോടും സ്നേഹനേഷം പറയുന്നുണ്ട്. പറയാം. കുഞ്ഞുമോനോട് എല്ലാവരോടും. ഇനി വേഗം പൊക്കന്മാരെ വിളിക്കും. ഓക്കെ. പൊക്ക.